യേശുക്രിസ്തുവിനെ അടുത്തറിയുക എന്നുള്ള ഈ അവസാനത്തെ 7 ദിവസങ്ങളിൽ 2-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. 28-ാമത്തെ ദിവസമാണ് വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്കത്തിനായി നമ്മൾ ഇന്ന് കടന്നിരിക്കുന്നത്. യേശു യുഗപ്രതീക്ഷയും പ്രവചന നിവൃത്തിയും എന്നുള്ളതാണ് നമ്മുടെ വിഷയം. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണവുമായ മിശിഹായെ എന്നാണ് നമ്മൾ പറയുക. ഈശോ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. ലോക ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത്രയധികം പ്രവചനങ്ങൾ മറ്റൊരു വിഷയത്തിലും ഉണ്ടായിട്ടുണ്ടാവില്ല. 450-ൽ പരം പ്രവചനങ്ങളാണ് ഈശോയുടെ വരവിനെക്കുറിച്ച് നമുക്ക് ലഭിക്കുക. അതിൽ 300 എണ്ണം ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിറവേറി എന്നാണ് പറയുക. എന്തൊരു സുന്ദരമാണ് സ്വർഗത്തിൻ്റെ പദ്ധതി. ഫുൾട്ടൻ ജേഷ്യൻ പറയുന്നത് പോലെ ഒരു രാജ്യത്തിൻ്റെ അധികാരി മറ്റൊരു രാജ്യത്തേക്ക് വരുന്നതിന് മുൻപ് അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവും അദ്ദേഹത്തിൻ്റെ വരവിനായിട്ടുള്ള ഒരുക്കവും നടക്കേണ്ടതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും പ്രത്യേകതകളും എല്ലാം മുൻകൂട്ടി അറിയിക്കുന്നത് പോലെ സ്വർഗം ഭൂമിയെ അറിയിച്ചുകൊണ്ടിരുന്നു പുത്രൻ്റെ വരവ് എന്ന്. പലപ്പോഴും പഴയ നിയമത്തിലെ പല സംഗതികളും എത്ര മനോഹരമാണ് പുതിയ നിയമത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം ഈശോയുടെ ജനനത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് പ്രവചനങ്ങൾ നടക്കുക. അവനെപ്പറ്റി എഴുതപ്പെട്ടത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത് എന്ന് വചനത്തിൽ നമ്മൾ കാണുന്നു. കർത്താവ് ഇങ്ങനെ കൂടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ കഥ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല, കേൾവിക്കാർക്ക് മനസ്സിലായില്ല. സ്വർഗത്തിൻ്റെ ഒരു പദ്ധതി, അതായത് പഴയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം രക്തം കുടിക്കരുത് എന്നുള്ളത് ഒരു വലിയ നിയമമാണ്. അത് മോശ നൽകിയ നിയമത്തിനകത്തുള്ളതാണ്. കാരണം അതിനകത്താണ് ജീവൻ അടങ്ങിയിരിക്കുന്നത്. അപ്പോഴാണ് ഈശോ പറയുന്നു, എൻ്റെ രക്തം നിങ്ങൾ കുടിക്കണം. രക്തം കുടിക്കരുതെന്ന് പഴയ നിയമത്തിൽ പറയാനുള്ള കാരണം അതിൽ ജീവനുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങൾ എൻ്റെ രക്തം കുടിക്കണം ഈശോ ആവശ്യപ്പെടുന്നു. അവിടെയാണ് ശിഷ്യന്മാരിൽ ഒത്തിരി പേര് ഈശോയോട് ആ കഫർനാമിലെ സിനഗോഗിൽ വെച്ച് കലഹിച്ച് ഇത് കഠിനമാണ്, ഇത് നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു പോവുക. ആദിമസഭ പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയാണ്. കാരണം കുർബാനയെ സംബന്ധിച്ചുള്ള കാനിബലിസം, നരഭോജികളായ ഏതാനും മനുഷ്യരാണ് ക്രിസ്ത്യാനികളെന്ന് രാജ്യം മുദ്രകുത്തി. കാരണം ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ്റെ ശരീരം അവർ കഴിക്കുന്നുവെന്നും രക്തം അവർ കുടിക്കുന്നുവെന്നും ഞങ്ങൾ കേൾക്കുന്നു. അവർ നരഭോജികളാണ്. അതിൻ്റെ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈശോയെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ശരീരത്തോട് ചേരുമ്പോൾ, കാരണം നമ്മൾ കഴിക്കുക നമ്മളിങ്ങനെ അടയാളമായിട്ട് മാത്രമല്ല, അത് അക്ഷരാർത്ഥത്തിൽ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരവും വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. അതുപോലെ നമ്മുടെ ആത്മാവും വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ശരീരം എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടല്ലേ 100-ൽ പരം വിശുദ്ധരുടെ ശരീരങ്ങൾ സഭയിൽ അഴുകാതെ സൂക്ഷിക്കപ്പെടുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു കണക്ഷൻ നമ്മൾ പഴയ നിയമത്തിൽ വെച്ച് പുതിയ നിയമത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ്
ഓരോ കാര്യങ്ങളും അടയാളപ്പെടുത്തുക. പരിശുദ്ധ അമ്മ, വാഗ്ദാനത്തിൻ്റെ പേടകം, നമ്മുടെ തമ്പുരാൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ എലിസബത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നടക്കുന്ന സംഗതികൾ, ഇതേ കാര്യം ഓബേദ്-ഏദോമിൻ്റെ ഭവനത്തിൽ സൂക്ഷിക്കപ്പെട്ട വാഗ്ദത്ത പേടകം ചുമന്നുകൊണ്ടുവരുന്ന വഴിയിൽ വെച്ച് എന്തോ ഒരു സംഗതികളാണ് നടക്കുക. അത് നാർക്കോൻ്റെ കളത്തിൽ വെച്ച് ഉസ്സ എന്ന് പറയുന്ന ഒബേദ്-ഏദോമിൻ്റെ മകൻ മരിക്കപ്പെടുന്നു. കാരണം വാഗ്ദത്ത പേടകത്തിനെതിരെ അവനിങ്ങനെ കരമുയർത്തി. അത് വലിയ ശിക്ഷയായിട്ട് മാറുന്നു. പുതിയ നിയമത്തിലെ വാഗ്ദത്ത പേടകമായ പരിശുദ്ധ അമ്മയെ നമ്മൾ എത്രമാത്രം ആദരിക്കണം, സ്വീകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈശോയെ ചുമന്നുകൊണ്ട്, ഹൃദയത്തിൽ സംവഹിച്ചുകൊണ്ട്, ഉദരത്തിൽ സംഭവിച്ചുകൊണ്ട് അമ്മ നടത്തിയ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ചെന്ന് നിൽക്കുമ്പോൾ ദാവീദ് പറയുകയാണ്, ശരിക്കും പറഞ്ഞാൽ പഴയ നിയമത്തിൽ, എൻ്റെ കർത്താവ് എൻ്റെ ഭവനത്തിൽ വരാൻ എനിക്ക് ഭാഗ്യം എവിടെ നിന്ന്? ഇതേ ചോദ്യം, എൻ്റെ കർത്താവിൻ്റെ അമ്മ, കർത്താവിൻ്റെ പേടകം എൻ്റെ ഭവനത്തിൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതേ ചോദ്യം എലിസബത്ത് ആവർത്തിക്കുന്നു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം. പിന്നെ ദാവീദ് തുള്ളിച്ചാടി നൃത്തം ചെയ്ത് അവിടെ തപ്പുകളാലും കിന്നരങ്ങളാലും വലിയ സംഗീത നൃത്തം ഉണ്ടാകുമ്പോൾ എലിസബത്തിൻ്റെ നൃത്തം എലിസബത്തിൻ്റെ ഉദരത്തിൽ യോഹന്നാനാ ചെയ്യുക. അത് ശരിക്കും സംഭാവ്യമല്ലാത്ത കാര്യമാണ് എന്ന് പറയുന്നത് പോലെ കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് പഴയ നിയമത്തിൽ എന്തേറെ കാര്യങ്ങളാണ് പുതിയ നിയമത്തിലേക്ക് കണക്റ്റഡ് ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ വചനം ചേർത്ത് വെച്ച് വായിക്കണം. നമ്മുടെ തമ്പുരാൻ്റെ വരവ് നിസ്സാരമല്ല, നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ പോയ ശിഷ്യന്മാർ വല്ലാതെ ഇടറിപ്പോയി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. അവരുടെ പ്രത്യാശ ഇപ്പോഴും നമ്മുടെ പ്രത്യാശയും പലപ്പോഴും അതുപോലെയാണ്. കാരണം ആ കാലഘട്ടത്തിലെ മനുഷ്യര് ഈശോയെ വിചാരിച്ചത്, അവനെ നമ്മൾ കാത്തിരിക്കുന്നത് റോമാക്കാരുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. അതുകൊണ്ടാണ് തീവ്രവാദിയായ കക്ഷികളും മറ്റ് അധികാരമോഹികളായിട്ടുള്ള കക്ഷികളും ഒക്കെ കർത്താവിൻ്റെ പുറകെ കൂടിയ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് അവര് ചിലരൊക്കെ മാറി വന്നതാ. അപ്പോൾ ശിഷ്യന്മാർക്ക് പിടികിട്ടുന്നില്ല, അവർ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് നടന്നത്. കാരണം ഈ ബലി, കുഞ്ഞാട്, ഊനമറ്റ കുഞ്ഞാട്, അവൻ ചുളിവോ മുറിവോ ഇല്ലാത്തവൻ, ഏറ്റവും പരിപൂർണനായവൻ, അവൻ്റെ ഏറ്റവും പരിപൂർണമായ ബലി. എന്നാൽ പഴയ നിയമത്തിലെ ബലിയും പുതിയ നിയമത്തിലെ ബലിയും നമ്മൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ക്രിസ്തു അർപ്പിച്ച ബലി പഴയതും പുതിയതും, വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷനായി. അവനാകട്ടെ മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ടവസ്തുക്കളിൽ പെടാത്തതും മഹനീയവും പരിപൂർണവുമായ ഇടത്തേക്ക് കയറി എന്നേക്കുമായ ഒരു ബലി അർപ്പിച്ചു. പഴയ നിയമത്തിലെ ബലിയർപ്പണം പാത്രങ്ങളുടെയും ക്ഷാളനങ്ങളുടെയും അവർ ചെയ്യുന്ന ആ കൃത്യങ്ങളിലും ഒക്കെ അടങ്ങിയിരുന്നു. അത് അർപ്പിച്ചവൻ്റെ അന്ധക്കരണത്തെ മാറ്റിമറിക്കാൻ പറ്റാത്ത ബലിയായിരുന്നു. എന്നാൽ ക്രിസ്തു അർപ്പിച്ച ബലി അർപ്പിച്ചവൻ്റെ അന്ധക്കരണത്തെ മാറ്റിമറിച്ചു. എനിക്ക് എന്തൊരു വലിയ കണക്ഷനാണ്. പഴയ നിയമത്തിൽ ഒരു ബലി ഉണ്ടായിരുന്നു. ഈശോ എന്തിനാ പുതിയൊരു ബലി അർപ്പിച്ചത്? കാരണം അതിൻ്റെ ഒരു പൂർത്തീകരണം. കാരണം ആ ബലിക്കൊരു അപൂർണത ഉണ്ടായിരുന്നു. ബലി അർപ്പിക്കുന്ന ആൾക്ക് ഒരു സങ്കടവും ഇല്ല. ഒരു കുഞ്ഞാടിനെ കൊണ്ടുവരുന്നു, കെട്ടുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ വായിച്ചാൽ കുരിശിൽ തറച്ചാ കൊല്ലുന്നു ശരിക്കും ആ കുഞ്ഞാടിനെ. അതിൻ്റെ ഭാഗങ്ങളൊക്കെ അത് വേറെ ഒത്തിരി സമയമെടുക്കും അത് വിവരിക്കണമെങ്കിൽ. അതുപോലെ തന്നെയല്ലേ എൻ്റെ ഒരു പൂർത്തീകരണമായിട്ടാണ് ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുക, അവൻ രക്തം ചിന്തുക. അപ്പോൾ ഈ അർപ്പിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരിക്കലും ഹൃദയത്തെ നുറുക്കിയിരുന്നില്ല. കാരണം ഒരു കുഞ്ഞാടാണ് ഈ പാപഭാരം ഏറ്റു മരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇതാ 33 വയസ്സുകാരനായ സ്വന്തം മകൻ മരിക്കുന്നത് സഭയുടെ പ്രതിനിധിയായി അമ്മ കാണുക. ഏറ്റവും സ്നേഹിച്ചിരുന്ന യോഹന്നാൻ കാണുക. നമുക്കിത് തമ്പുരാനോട് സ്നേഹം തോന്നി, നമ്മൾ തമ്പുരാനോട് അടുപ്പം തോന്നുമ്പോൾ മാത്രമേ അവൻ്റെ ബലി നമുക്കൊരു വേദനയായിട്ട് മാറുകയുള്ളൂ, സൗഖ്യമായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ പഴയ നിയമത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് പുതിയ നിയമം എന്ന് മനസ്സിലാക്കണം. പണ്ട് ശിഷ്യന്മാർക്കുണ്ടായിരുന്ന ചിന്ത പോലെയാണ് പലപ്പോഴും നമുക്ക് ഈശോ മരിച്ചതും അവൻ പാടുപീടുകളേറ്റതും നമ്മുടെ സ്ഥലം വയ്ക്കാനാണ്, നമ്മുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയാണ്, ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മോശന്മാരായ ഗലാത്യക്കാരെ, യേശുക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ഇതുപോലെ ആഭിചാരം ചെയ്തത് ആരാ? കാരണം
ദൈവത്തെ ദൈവമായിട്ട് എന്തോ ഒരു വലിയ പൂർത്തീകരണം നടന്ന് എത്ര വലിയ കൃപയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇതൊന്നും കണക്ട് ചെയ്ത് ചിന്തിക്കാത്ത ഒരു പൊട്ട ബുദ്ധിയാണ് നമ്മളെങ്കിൽ ശിഷ്യന്മാരെ പോലെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ നേരെ എമ്മാവൂസിലേക്ക് ഓടും. എന്നാലും തമ്പുരാൻ നമ്മുടെ കൂടെ വരുന്നുണ്ട്. നമ്മൾ കേൾക്കുന്ന വചനങ്ങളിലൂടെയൊക്കെ തമ്പുരാൻ നമ്മുടെ ഹൃദയത്തെ പൊള്ളിക്കുന്നുണ്ട്. എന്നിട്ടൊരു വിളി വിളിക്കുന്നുണ്ട്, ഭോഷന്മാരെ, പ്രവാചകന്മാർ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന പലരെയും നോക്കി കർത്താവ് വിളിക്കുന്നുണ്ട്, ഹൃദയം മന്ദീഭവിച്ചവരെ, ഞാൻ ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കാത്തവരെ, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്ക്. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ അവനെക്കുറിച്ച് പറഞ്ഞതെല്ലാം അവൻ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞു കൊടുത്തു. ഇന്ന കാര്യങ്ങൾ ഇതിൻ്റെ പൂർത്തീകരണമല്ലേ സംഭവിച്ചത്? മിശിഹായെക്കുറിച്ച് ഇങ്ങനെയല്ലേ പഴയ നിയമത്തിൽ പറഞ്ഞത്? അതിൻ്റെ പൂർത്തീകരണമല്ലേ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്? അതിൻ്റെ പരിപൂർണതയല്ലേ സംഭവിച്ചത്? അവൻ നിങ്ങളോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമല്ലേ? വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമല്ലേ? അങ്ങനെ ശിഷ്യന്മാർക്ക് അപ്പോൾ ചങ്കിനകത്ത് തീ കത്തി. അവര് ഈ പറയുന്ന മന്നോഷ്ണതയിൽ നിന്നും, ഈ തീയില്ലാതെ കരിക്കട്ടയായിരുന്ന അവസ്ഥയിൽ നിന്നും, ചാരം മൂടിയ അവസ്ഥയിൽ നിന്നും ഒരാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് അവര് ജ്വലനം സ്വീകരിച്ചു. നമ്മളും സത്യത്തിൽ ഈശോ ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയുള്ളൂ. തമ്പുരാൻ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. എന്തൊക്കെയാണ് അവനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ? എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ടത്? പുറപ്പാടിൻ്റെ പുസ്തകം 17:6 ഇതാ നിനക്ക് മുൻപിൽ ഹോറബിലെ പാറമേൽ ഞാൻ നിൽക്കും, നീ ആ പാറയിൽ അടിക്കണം, അപ്പോൾ അതിൽ നിന്ന് ജനത്തിന് കുടിക്കാൻ ജലം പുറപ്പെടും. ഇത് 5-6 BC നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ്. എന്നാൽ AD 95 യോഹന്നാന്റെ സുവിശേഷം എഴുതപ്പെടുക. അത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 10 നമ്മൾ കാണുന്നു. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവന്റെ ജലം തരികയും ചെയ്യുമായിരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു യോഹന്നാന്റെ സുവിശേഷം. ഇനി 1 കൊറിന്തോസ് 10:3-4 തിരുവാക്യങ്ങൾ, അത് AD 57 എഴുതപ്പെടുക. അത് ഇപ്രകാരമാണ്: സഹോദരരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിൽ ആയിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ആ ശില ക്രിസ്തുവാണ്. എത്ര മനോഹരമായിട്ടാ പഴയ നിയമത്തിൽ അവര് നിങ്ങളൊരു പാറയിൽ അടിക്കണം, ആ പാറയിൽ നിന്ന് ജലം വരും. ആ ജനം കുടിച്ചു. വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്ര. ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട് കണക്ട് ചെയ്ത് ചിന്തിക്കണം. അടിമത്തം, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ സ്വർഗോന്മുഖമായി നടത്തുന്ന യാത്ര സഭ തീർത്ഥാടകയാണ്. സഭയുടെ യാത്ര പരിശുദ്ധ കൂദാശകളിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന വലിയ അഭിഷേകം, ക്രിസ്തുവാകുന്ന പാറ, ആ പാറയിൽ നിന്ന് പുറപ്പെടുന്ന ജലം. ഇത് കർത്താവ് ഫോർട്ടീന എന്ന് പറയുന്ന വിശുദ്ധ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്ന ഈ സമറിയാക്കാരി സ്ത്രീ കിണറിൻ്റെ കരയിലിരുന്ന് അവള് ഒത്തിരി പാവത്തിൽ കഴിഞ്ഞവള്, തിരുസഭയിലെ ആദ്യത്തെ വിശുദ്ധയിൽപ്പെടുന്ന ഒരു വിശുദ്ധയാ വിശുദ്ധ ഫോർട്ടീന. ഫോർട്ടീനയുടെ മരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ശക്തമാ. ഫോർട്ടീനയ്ക്ക് ആ നാട്ടിൽ നിന്ന് പറഞ്ഞിട്ട് തീരാഞ്ഞിട്ട് അവസാനത്തെ പീഡകളുടെ കാലത്ത് റോമിലേക്ക് പോയി. റോമിൽ ഈ സ്ത്രീയുടെ തൊലി ഉരിഞ്ഞ് കിണറ്റിലിട്ടെന്നാ പറയാം. അത്രയ്ക്ക് ശക്തമായ ധീരമായി അവൾ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചു. കാരണം അവൾ ജീവന്റെ ജലം, നിനക്ക് ഞാൻ ജീവന്റെ ജലം തരാം, ഒരിക്കലും ദാഹിക്കത്തില്ല. വല്ലാത്ത ദാഹമായിരുന്നു ലോകത്തിൻ്റെ മേല്, ലോകത്തിൻ്റെ ആസക്തിയുടെ മേല്, ജഡിരഗതയുടെ മേല്. അവൾക്ക് സ്നേഹത്തിന് വേണ്ടി വലിയ തിരച്ചിലായിരുന്നു. ഇതാ ഒരു ചെറുപ്പക്കാരൻ, 33 വയസ്സായവൻ, അവൻ്റെ കണ്ണിൽ ജഡികതയില്ലാതെ അവളുടെ അന്തരാത്മാവിലേക്ക് നോക്കുന്നു. എന്നിട്ട് അവളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല. അവൻ പറഞ്ഞ ചില കാര്യങ്ങൾ സത്യമായും അവളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. എന്നിട്ട് കുടം അവിടെ വെച്ച്
പട്ടണത്തിലേക്ക് പോയി. പട്ടണത്തിലുള്ളവർ തിരിച്ചു വന്നു, ഈശോയെ കണ്ടു, എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് നീ പറഞ്ഞതുകൊണ്ടല്ല, ഞങ്ങൾ അവനെ നേരിട്ട് അനുഭവിക്കുന്നതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കൂടെ കുറച്ച് നാൾ നീ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, ഞങ്ങളെ വിട്ടിപ്പോൾ പോകരുതേ. വലിയൊരു ദൈവാനുഭവത്തിലേക്ക് അവർ വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ കാര്യമാണ് അച്ഛൻ പറഞ്ഞത്. ഇതുപോലെ എത്ര കാര്യങ്ങളാണ് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായി ഇങ്ങനെ പുതിയ നിയമത്തിലേക്ക് വെളിച്ചം വീശുന്നത്. അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഉദാഹരണമായി പറഞ്ഞാൽ പുറപ്പാടിൻ്റെ പുസ്തകം 12:1 മുതൽ 11 വരെ ആട്ടിൻകുട്ടിയെ കൊണ്ട് പെസഹ ആചരിക്കണം എന്നുള്ള ഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 1:29 മുതൽ 36 വരെ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അത് അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അങ്ങനെ എന്തേരം കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ പറയുക. ഈശോ ആദം വരാനിരിക്കുന്നവൻ്റെ പ്രതീകമായിരുന്നു. ഈശോ പുതിയ ആദം, പുതിയ മോശ. ഇതാ എമ്മാനുവേലിനെ കുറിച്ച് ഒത്തിരി പ്രവചനങ്ങളാണ്. അതായത് യെശയ്യാ പ്രവചനം തൊട്ട് പുറപ്പാടിൻ്റെ പുസ്തകം തൊട്ട് ഇങ്ങനെ പറയുകയാണ്, ദൈവം നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. ഗോഡ്സ് ടാബർനാക്കിൾ. ലേവ്യരുടെ പുസ്തകം 23:11 നമ്മൾ കാണുന്നു, കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്ത് എത്തിച്ചേരുകയും അവിടെ നിങ്ങൾ വിളവെടുക്കുകയും ചെയ്യുമ്പോൾ കൊയ്ത്തിൻ്റെ ആദ്യ കറ്റ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുപോവുക. 1 കൊരിന്തോസ് 15:20 കാണുന്നു, എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ആദ്യ ഫലം പഴയ നിയമത്തിൽ ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈശോയാണ് എന്നും മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പം, മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പം പോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും. അവനെ നോക്കുന്നവർ സുഖം പ്രാപിക്കും. അവനെ മുറിവേൽപ്പിച്ചവർ അവനെ നോക്കി നിൽക്കും. പഴയ നിയമത്തിൽ എഴുതിയിരുന്ന സംഭവിച്ചില്ലേ? നമ്മൾ നോക്കി നിൽക്കുകയല്ലേ തമ്പുരാനെ? നമ്മുടെ പാപത്തിൻ്റെ മുറിവ് യഥാർത്ഥ സർപ്പം ആരാ? ഈ സർപ്പദംശനമേറ്റ് ജനം മരിച്ചു. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ ദൈവം പറഞ്ഞു, നിങ്ങൾ ഈ പഴം കഴിച്ചാൽ നിങ്ങൾ മരിക്കും. അത് ശരിക്കും ഒരു സർപ്പത്തിൻ്റെ കടിയല്ലേ? ആ വിഷമല്ലേ അവർക്ക് ഏറ്റത്? അതുപോലെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ നമ്മുടെ പാപങ്ങളെല്ലാം മോചിക്കാൻ വേണ്ടി അവനൊരു പിച്ചള സർപ്പം പോലെ ഉയർത്തപ്പെടുക. നമ്മൾ കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വലിയ സൗഖ്യം യോഹന്നാന്റെ സുവിശേഷം 3:14-15 തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ യോനായെക്കുറിച്ച് പറയുന്നു, യോന 3 രാവും 3 പകലും തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഭൂമിക്കടിയിലായിരിക്കും. പല കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വചനത്തിൽ ശരിക്കും നമ്മൾ എടുത്തു വെച്ച് ചിന്തിച്ചാൽ ഈശോയുടെ വരവ് എത്രമാത്രം വലിയൊരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളിത് വളരെ ശ്രദ്ധയോടുകൂടി സ്വീകരിക്കണം. ഉൽപ്പത്തി പുസ്തകം 3:15 നമ്മൾ കാണുന്നത് പോലെ, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. രക്ഷകനായ യേശുവിൻ്റെ വരവെന്ന് പറയുന്നത് തന്നെ ഈ തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടിയാണ്. യേശു പ്രവചനങ്ങളുടെ പൂർത്തീകരണമെന്ന് പറയുക. പ്രവചനം മുഴുവനും രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവചനമാണ്. നമ്മൾ കാണുന്നു, ഈശോയെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ച് ശിമയോൻ എന്ന മഹാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ശിമയോനും അന്നായും. ലൂക്കായുടെ സുവിശേഷം 2:1 മുതൽ നമ്മൾ കാണുന്നുണ്ട്, ജെറുസലേമിൽ ശിമയോൻ എന്നൊരാൾ ജീവിച്ചിരുന്നവൻ നീതിമാനായിരുന്നു, ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നു, പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു, രക്ഷകനെ കാണുന്നത് വരെ അവൻ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ ഇങ്ങനെ ദേവാലയത്തിലേക്ക് അമ്മ കൊണ്ടുചെന്ന് കയറുന്ന സമയം ശിമയോൻ ദേവാലയത്തിലേക്ക് വന്നു. പരിശുദ്ധാത്മാവ് അവനെ നയിച്ചു കൊണ്ടുവന്നു. ഒന്ന് കർത്താവിൻ്റെ എന്നിട്ടോ ശിമയോൻ ഈശോയെ കരങ്ങൾ എടുത്തുകൊണ്ട് പറയുകയാണ്, അങ്ങയുടെ ദാസനെ സമാധാനത്തിൽ വിട്ടയച്ചാലും പ്രതീക്ഷിച്ചിരുന്നത് കണ്ടു കഴിഞ്ഞു. എനിക്ക് സകല ജനതകൾക്കും വേണ്ടി ഒരുക്കിയിരുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. ജ്ഞാനികൾ വന്നത് കാത്തിരുന്ന ഒരു ജനത്തിൻ്റെ അടുത്തേക്കാണ്.
കർത്താവിന് ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഒരു പദ്ധതിയുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ കാലഘട്ടത്തിൽ നമ്മൾ നടക്കുന്നത് നിസ്സാരമായ കാര്യമാണെന്ന് കരുതരുത്. ഇത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ വിജയമെന്നുള്ളത് സ്വർഗത്തിൻ്റെ പ്രവചനമാണ്. സർപ്പത്തിൻ്റെ തല തകർക്കപ്പെടുമെന്നുള്ളത് സ്വർഗത്തിൻ്റെ പ്രവചനമാണ്. ഇന്നലെ വരെ സ്വർഗം പറഞ്ഞത് നിറവേറി, ഈ ദിവസങ്ങളിലും അത് നിറവേറിക്കൊണ്ടിരിക്കും. നമുക്ക് തമ്പുരാൻ്റെ വരവും അവിടുത്തെ പ്രവൃത്തികളും ഹൃദയം തുറന്ന് സ്വീകരിക്കാം. പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ മിശിഹായെ, അങ്ങയുടെ വരവും അങ്ങ് ഈ രാജ്യത്തെ ഭരിക്കുന്നതും ലോകത്തെ ഭരിക്കുന്നതും അങ്ങ് സർവത്തിൻ്റെയും സർവവുമായി നിങ്ങളുടെ ഇടയിലായിരിക്കുന്നതും ഞങ്ങൾ ഹൃദയം കൊണ്ട് ഏറ്റുപറയുന്നു. അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെയും ചേർക്കുന്നതിന് വേണ്ടി ഞങ്ങൾ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യഥാർത്ഥ മരിയഭക്തി 33-ാമത്തെ ഖണ്ഡിക. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് പറയുന്നു, ക്രിസ്തു പരിശുദ്ധ കന്യകയുടെ പാവനോദരത്തിൻ്റെ ഫലം കൂടിയാണ്. സ്വർഗവാസികൾ സകലരും അനുദിനം 1000 പ്രാവശ്യം നിന്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു എന്നാലപിക്കുന്നു. അതിനാൽ തീർച്ചയായും മറിയത്തിൻ്റെ പ്രയത്നവും ഫലവുമാണ് യേശുക്രിസ്തുവിനെ ഓരോ വ്യക്തിക്കും ലഭ്യമാക്കുന്നത്. സമസ്ത ലോകത്തിനും ഇതേ മാർഗത്തിലൂടെ മാത്രമേ അവിടുത്തെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആരുടെയെങ്കിലും ഹൃദയത്തിൽ യേശുക്രിസ്തു രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ധൈര്യമായി പറയാം, എന്നിൽ വസിക്കുന്ന ക്രിസ്തു നിന്റെ പ്രവർത്തന ഫലമാണ്. നിന്നെ കൂടാതെ ഞങ്ങൾക്ക് ക്രിസ്തുവിനെ ഒരിക്കലും ലഭിക്കുമായിരുന്നില്ല. പരിശുദ്ധ മറിയമേ നന്ദി. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെപ്പറ്റി പറഞ്ഞ മറിയത്തിന് നമ്മെപ്പറ്റി കൂടുതൽ ന്യായപൂർവ്വം പറയാം. എൻ്റെ സുതനായ ക്രിസ്തു ദൈവസുതരിൽ പൂർണ്ണമായി രൂപം കൊള്ളുന്നതുവരെ അവരെക്കുറിച്ച് ഞാൻ പ്രസവ വേദന അനുഭവിക്കുന്നു. മറിയത്തിൻ്റെ സ്തോത്രഗീതം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവന്റെ സന്തതികളോടുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിൻ്റെ പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന. മറിയമേ, നിത്യപിതാവിൻ്റെ പ്രിയപുത്രി സ്വസ്തി. പുത്രൻ തമ്പുരാൻ്റെ ഏറ്റവും പ്രശംസനീയയായ അമ്മേ സ്വസ്തി. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വിശ്വസ്തയായ മണവാട്ടിയെ സ്വസ്തി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, എൻ്റെ സ്നേഹനാഥേ, എൻ്റെ അതിശക്തിയായ രാജ്ഞി, എൻ്റെ സന്തോഷമേ, എൻ്റെ മഹത്വമേ, എൻ്റെ ഹൃദയമേ, എൻ്റെ ആത്മാവേ, അങ്ങേക്ക് സ്വസ്തി. അങ്ങ് മുഴുവനും എൻ്റേതായത് കാരുണ്യത്താലാണല്ലോ. ഞാൻ പൂർണ്ണമായും അങ്ങയുടേതായതോ നീതിയാലും അത്രേ. പക്ഷേ ഇപ്പോഴും ഞാൻ പൂർണ്ണമായി അങ്ങയുടേതായി മാറിയിട്ടില്ല. എനിക്കോ മറ്റുള്ളവർക്കോ ആയി ഒന്നും മാറ്റിവെക്കാതെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അമ്മയ്ക്കിപ്പോൾ തരുന്നു. അങ്ങയുടേതല്ലാതെ എന്തെങ്കിലും ഇപ്പോഴും എന്നിൽ കാണുന്നുവെങ്കിൽ അങ്ങ് അവയെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. എൻ്റേതായ എല്ലാറ്റിൻ്റെയും പരമാധികാരിയായ നാഥ, അങ്ങ് മാത്രമാകണമേ. ദൈവത്തിന് അഹിതമായി എന്നിലുള്ളവയെ നശിപ്പിക്കണമേ. വേരോടെ പിഴുതെറിഞ്ഞ് ഇല്ലാതാക്കണമേ.
അങ്ങേക്ക് സന്തോഷം നൽകുന്നവയെ എന്നിൽ നിക്ഷേപിക്കുകയും വളർത്തുകയും ചെയ്യണമേ. അങ്ങയുടെ വിശ്വാസത്തിൻ്റെ വെളിച്ചം എൻ്റെ മനസ്സിൻ്റെ അന്ധകാരത്തെ തൂത്തെറിയട്ടെ. അങ്ങയുടെ അഗാധമായ എളിമ എൻ്റെ അഹങ്കാരത്തെ നിർമ്മാർജ്ജനം ചെയ്യട്ടെ. എൻ്റെ അലഞ്ഞു നടക്കുന്ന ഭാവനയെയും അങ്ങയുടെ ധ്യാനലീനത നിയന്ത്രിക്കട്ടെ. അങ്ങയുടെ നിരന്തരമായ ദൈവദർശനം എൻ്റെ ഓർമ്മയെ ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ. എൻ്റെ മന്ദോഷ്ണാവസ്ഥയെയും അങ്ങയുടെ ആളിക്കത്തുന്ന സ്നേഹം ജ്വലിപ്പിക്കട്ടെ. എൻ്റെ പാപത്തിൻ്റെ ഇടങ്ങളിൽ അങ്ങയുടെ പുണ്യങ്ങൾ സ്ഥാനം പിടിക്കട്ടെ. അങ്ങയുടെ പുണ്യങ്ങൾ മാത്രമായിരിക്കട്ടെ എൻ്റെ എല്ലാ കുറവുകളെയും പരിഹരിച്ച് ദൈവത്തിരുമുമ്പിലുള്ള എൻ്റെ അലങ്കാരങ്ങൾ. അവസാനമായി എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, അങ്ങേക്ക് സാധ്യമെങ്കിൽ യേശുവിനെയും അവിടുത്തെ തിരുഹിതത്തെയും അറിയുവാൻ അങ്ങയുടെ അരൂപിയല്ലാതെ മറ്റൊന്നും എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എനിക്ക് അങ്ങയുടെ ആത്മാവല്ലാതെ മറ്റൊരാത്മാവ് ഉണ്ടാകാതിരിക്കട്ടെ. പരിശുദ്ധവും ഊഷ്മളവുമായ സ്നേഹം കൊണ്ട് നിറഞ്ഞ അങ്ങയുടെ ഹൃദയമല്ലാതെ മറ്റൊരു ഹൃദയം ദൈവത്തെ സ്നേഹിക്കാൻ എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദർശനങ്ങളോ വെളിപാടുകളോ ഇന്ദ്രിയപരമായ ഭക്തിയോ ആത്മീയ ആനന്ദങ്ങൾ പോലുമോ ഞാൻ ചോദിക്കുന്നില്ല. ദൈവത്തെ മുഖാഭിമുഖം കാണുകയും സ്വർഗീയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുക അങ്ങയുടെ അവകാശമാണല്ലോ. പുത്രന്റെ വലതുഭാഗത്ത് മഹത്വപൂർണയായി എഴുന്നള്ളി ഇരുന്നു കൊണ്ട് മാലാഖമാരുടെയും മനുഷ്യരുടെയും പിശാചിൻ്റെയും മേൽ പരിപൂർണമായ ആധിപത്യം ഉറപ്പിക്കുക. അതും അങ്ങയുടെ അവകാശമാണ്. അങ്ങയുടെ ഇഷ്ടം പോലെ ദൈവത്തിന് എല്ലാ ദാനങ്ങളും വിതരണം ചെയ്യുകയും അങ്ങയുടെ അവകാശം തന്നെ. ഇവയത്രേ ദൈവം അങ്ങേക്ക് തന്ന നല്ല ഭാഗം. അത് ഓ സ്വർഗീയ മാതാവേ, അങ്ങിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റപ്പെടുകയില്ല. ഈ ചിന്തയാൽ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു. ഐഹിക ജീവിതത്തിൽ അങ്ങിൽ പ്രശോഭിച്ചവ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആത്മീയ സന്തോഷം കൂടാതെയുള്ള ആത്മാർത്ഥമായ വിശ്വാസം, മാനുഷിക സമാശ്വാസം തേടാതെ സന്തോഷപൂർവ്വം സഹനങ്ങൾ ഏറ്റെടുക്കുക, വിശ്വാസമന്യേ തന്നോട് തന്നെ മരിക്കുക, അങ്ങേക്ക് വേണ്ടി മരണം വരെ ഒരു വിനീത അടിമയെപ്പോലെ നിസ്വാർത്ഥമായും തീഷ്ണമായും അധ്വാനിക്കുക. ഇവ മാത്രമേ ഞാൻ യാചിക്കുന്നുള്ളൂ. ഒരേ ഒരു അനുഗ്രഹമേ എനിക്ക് വേണ്ടൂ. അവിടുന്ന് ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തവയെല്ലാറ്റിനെയും ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും, അവിടുന്ന് സ്വർഗത്തിൽ ചെയ്യുന്നവയ്ക്കുമെല്ലാം ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും, അവിടുന്ന് എൻ്റെ ആത്മാവിൽ ചെയ്യുന്നവയ്ക്കെല്ലാം ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും, അങ്ങനെ ജീവിതകാലത്തിലും നിത്യത്വത്തിലും അങ്ങ് മാത്രം എന്നിൽ യേശുവിൻ്റെ പൂർണ്ണമായി മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമേൻ. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്വനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നിത്യപിതാവിന്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, മഹത്വത്തിന്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുക്കുമാരനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സ്നേഹത്തിന് ഏറ്റവും യോഗ്യനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സർവശക്തനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, വരാനിരിക്കുന്ന ലോകത്തിന്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ശ്രേഷ്ഠമായ ഉപദേശത്തിന്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഏറ്റവും അനുസരണയുള്ള ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഹൃദയശാന്തതയും എളിമയുള്ള ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സമാധാനത്തിന്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ആയുസ്സിന് കാരണമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സകല പുണ്യങ്ങൾക്കും മാതൃകയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ദരിദ്രരുടെ പിതാവായ
ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. വേദസാക്ഷികൾക്ക് ശക്തി പകർന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. വന്ദകരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. സകല പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മോഹാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പിറവിയെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ബാല്യപ്രായത്തെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ചേതനാചാരത്തെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഠിനാധ്വാനത്തെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പിനെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങേ ഉയർപ്പിനെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമാ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരാനിരിക്കുന്ന വിധി ദിവസത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ, കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ ഈശോയെ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യ സ്നേഹം നൽകണമേ. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിത്താരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപഗാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥന നിന്നിൽ ചേരണു, നിൻ മനസ്സിൽ നീ നീണാൽ വാഴണം. ആരാധിച്ചിടാം,
ഈശോയുടെ നാമം. ഓ, ഞങ്ങൾ ആരാധിക്കുന്നു, കുമ്പിട്ട് ആരാധിക്കുന്നു. എന്റെ മനസ്സിന്റെയും ഹൃദയത്തിന്റെയും രാജാവായി നീ വാഴണം ദൈവമേ. എന്റെ ജീവിതത്തെ നീ ഏറ്റെടുക്കണം. എന്റെ ചിന്തകളിൽ പലപ്പോഴും പിശാച് ഇടം പിടിക്കാറുണ്ട്. അലസമായ എൻ്റെ മനസ്സിൽ അവൻ കടന്നുകൂടി എതിർ ചിന്തകൾ കൊണ്ട് നിറയ്ക്കാറുണ്ട്. ദൈവിക കാര്യങ്ങളിലും അങ്ങുമായി സംബന്ധിച്ച കാര്യങ്ങളിലും എതിർ ചിന്തകളും തെറ്റായ സംസാരങ്ങളും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് വരാറുണ്ട്. ദൈവമേ, അങ്ങൻ്റെ ഹൃദയത്തിൻ്റെ രാജാവാകണമേ. നീയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പുലർത്തുവാൻ എൻ്റെ ഹൃദയത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു ജീവിതം എനിക്കൊരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. യേശുനാഥ, ഒരു ശിശുവാ എന്നെ നിന്റെ പരിശുദ്ധ അമ്മ ദേവാലയത്തിൽ അങ്ങയെ സമർപ്പിച്ചതുപോലെ യേശുനാഥ, ഒരു ശിശുവാ എന്നെ ഞാനിതാ സമർപ്പിക്കുന്നു. അമ്മയുടെ വിമല ഹൃദയം വഴി എന്നെ കഴുകി വെടിപ്പാക്കണം. എന്നിൽ ആനന്ദം നിറയ്ക്കണമേ. ആത്മാവിൽ നീ അന്തരാത്മാവിൽ വലിയ കരുണ ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത ആനന്ദം. ആത്മാവിൽ നീ കണ്ണീരുവേഗം ആരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അവധാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ നാടുവീടുവന്നിച്ചിടാം. ആത്മനാഥന നിന്നിൽ ചേരിടും എൻ മനസ്സിൽ നീണാൽ വാഴേണം. ആത്മനാഥന എന്റെ മനസ്സിന്റെ രാജാവായി നീ എഴുന്നള്ളണമേ ദൈവമേ. ഏറ്റെടുക്കണമേ ദൈവമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പൊന്നു തമ്പുരാനെ. എന്റെ ഹൃദയത്തിലേക്ക് നീ വന്നു നിറയണമേ. എന്റെ ഈ സമർപ്പണത്തെ നീ സ്വീകരിക്കണമേ. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയെ നീ സ്വീകരിക്കണമേ ദൈവമേ. എങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്നെയും എന്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. എന്റെ പ്രാർത്ഥന നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, ഏറ്റെടുക്കണമേ. യേശുവേ, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മശക്തി വ്യാപരിക്കട്ടെ. എന്റെ ഹൃദയത്തെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എതിർ ചിന്തകൾ മാറിപ്പോകട്ടെ. തെറ്റായ അബദ്ധ ചിന്തകൾ മാറിപ്പോകട്ടെ. സത്യപ്രബോധനത്തിൽ നിന്നെ വഴിതെറ്റിക്കുന്ന എല്ലാ ചിന്തകളുടെ കെട്ടുകളും ഇപ്പോൾ അഴിയട്ടെ. ദൈവമേ, അങ്ങ് സത്യദൈവമാണെന്നും പരിശുദ്ധ അമ്മയെ അങ്ങ് ഞങ്ങൾക്ക് അമ്മയായി നൽകിയെന്നും സ്വർഗീയമായ മറ്റ് രഹസ്യങ്ങളെല്ലാം സ്വീകരിക്കുന്നതിന് എന്റെ ഹൃദയം തുറക്കട്ടെ. യേശുവേ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജെറുസലേമിൽ ജീവിച്ചിരുന്ന ശിമെയോൻ, തമ്പുരാനെ, നിന്നെ കരങ്ങളിൽ എടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ശിമെയോൻ, ദൈവഭക്തനും നീതിമാനുമായിരുന്നവൻ, ഇസ്രായേലിന് ഒരാശ്വാസമായി, പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി നീ കടന്നു വരുമെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചവൻ, നിന്നെ കാണുന്നതുവരെ അവൻ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ വെളിപാട് കിട്ടിയവൻ, പരിശുദ്ധ അമ്മ സമർപ്പണത്തിനായി തമ്പുരാനെ നിന്നെ കരങ്ങളിലേന്തി ജെറുസലേം ദേവാലയത്തിന്റെ പടവുകൾ കയറുമ്പോൾ ശിമെയോന്റെ അന്തരാത്മാവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ദിവ്യ പ്രേരണയാൽ
ശിമയോൻ ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് പോയതും അങ്ങേ കരങ്ങളിൽ എടുത്തതും ദൈവത്തെ സ്തുതിച്ചതും, ദൈവമേ, ഞങ്ങൾ വിശ്വാസ കണ്ണാൽ കാണുന്നു. ശിമയോൻ അങ്ങേ കരങ്ങളിലെടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത് ഞങ്ങളും ആവർത്തിക്കുന്നു. കർത്താവേ, അവിടുത്തെ വാഗ്ദാനം ഇപ്പോൾ എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ മിശിഹായി, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായി, തലമുറകൾക്ക് സൗഖ്യമായി, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായി നീ ഞങ്ങളിലേക്ക് വരുമെന്ന് അനാദിയിൽ എന്നാണോ പാപത്തിന്റെ കനി ഭക്ഷിച്ചത്, എന്നാണോ അശുദ്ധി മരം വഴി കടന്നു വന്നത്, മറ്റൊരു മരം, കുരിശുമരം ഞങ്ങൾക്കായി നാട്ടപ്പെടുമെന്നും ഞങ്ങൾക്ക് ജീവൻ നൽകുന്ന മറ്റൊരു ഭോജനം സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുമെന്നും, ഏത് മനുഷ്യനിലൂടെയാണോ പാപം കടന്നു വന്നത്, മറ്റൊരു മനുഷ്യൻ, പുതിയ ആദം, ഏത് സ്ത്രീയിലൂടെയാണോ പാപം കടന്നു വന്നത്, മറ്റൊരു സ്ത്രീ, പുതിയ ഹവ്വ, അമ്മ മാതാവും ദിവ്യകാരുണ്യത്തിന്റെ അമ്മയായ പരിശുദ്ധ അമ്മയും സത്യദൈവവുമായ നീയും, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്തോ ഒരു വലിയ ആനന്ദമാണ്. ഇപ്പോൾ ശിമയോനെ പോലെ ഞങ്ങളും ജീവിതം കൊണ്ട് ഏറ്റുപറയുന്നു, ഇതിനേക്കാൾ വലിയ പ്രതീക്ഷ ഞങ്ങൾക്കൊന്നുമില്ല, ഇതിനേക്കാൾ വലിയ കാത്തിരിപ്പ് ഞങ്ങൾക്കൊന്നുമില്ല. ജീവിതത്തിൽ ഒരായുസ്സിൽ ലഭിക്കാവുന്നത് മുഴുവനും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലൂടെ, നീ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നതിലൂടെ, ഞങ്ങളിൽ ഒന്നായിത്തീരുന്നതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ശിമയോനെ പോലെ ഞങ്ങളും പറയുന്നു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. ഇനി ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് കാത്തിരിപ്പിനായി പ്രത്യേകിച്ചൊന്നുമില്ല. യുഗങ്ങളുടെ പ്രതീക്ഷയും പ്രവചനങ്ങളുടെ പൂർത്തീകരണവുമായ കർത്താവേ, നിന്റെ മഹത്വ സാന്നിധ്യത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് ഇത്രയധികം പ്രവചനങ്ങൾ ഉണ്ടായിട്ടില്ല. 450-ൽ പരം പ്രവചനങ്ങൾ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായി പുതിയ നിയമത്തിലേക്ക് കടന്നു വന്ന മെശിഹ, അതിൽ 300-ൽ പരം പ്രവചനങ്ങൾ നീ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ പൂർത്തീകരിക്കപ്പെട്ടല്ലോ. ദൈവമേ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:14, ആദം വരാനിരുന്നവന്റെ പ്രതിരൂപമാണ്. ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു. എമ്മൗസിലേക്ക് ഓടിപ്പോയ ശിഷ്യന്മാരോട് നീ പറഞ്ഞ വാക്ക് ഞങ്ങളെ നോക്കി ആവർത്തിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞത് വിശ്വസിക്കുവാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ദൈവമേ, മന്ദീഭവിച്ച ഹൃദയമാണ് ഞങ്ങൾക്ക് പലപ്പോഴും വചനത്തിന്റെ വാഗ്ദാനം സ്വീകരിച്ച് ജീവിക്കുവാനുള്ള ഒരു സ്ഥൈര്യം, ഒരാത്മബലം ഞങ്ങൾക്ക് പലപ്പോഴും ഇല്ല. ഞങ്ങൾ വചനം കേട്ടാലും വീണുപോകുന്നു. ഒരു ദൈവമുണ്ട്, ഞാൻ കൂടെയുണ്ട്, നീ എൻ്റെ കണ്ണിന്റെ കൃഷ്ണമണിയാണ്, നീ ഈ ഭൂമിയിൽ ഉരുവാകുന്നതിന് മുൻപേ എൻ്റെ ഹൃദയത്തിൽ നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ വേറെ ആരും സ്നേഹിക്കുന്നില്ല. നിന്റെ നാശത്തിനല്ല, നിന്റെ ക്ഷേമത്തിനുള്ള ഒരു പദ്ധതി എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് നീ ആവർത്തിച്ച് പറഞ്ഞിട്ടും ദൈവമേ, സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതം എനിക്കുണ്ട്. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്ത് അവരുടെ ഹൃദയത്തിന്റെ മന്ദീഭവിച്ച അവസ്ഥയിലേക്ക് വചനത്തിന്റെ അഗ്നി ഊതി ഊതി കത്തിച്ച പൊന്നു തമ്പുരാനെ, ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കേട്ട വചനം ഞങ്ങളുടെ ചാരം മൂടിയ ഹൃദയത്തിന്റെ മന്ദീഭവിച്ച അവസ്ഥ അങ്ങ് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ശിഷ്യന്മാരെ പോലെ ഞങ്ങളും ഇപ്പോഴും ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്.
പ്രതികൂലതയുടെ ഇടങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നും പറഞ്ഞ് ഇരുളിന്റെ മറ പിടിച്ച് ഞങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. കുരിശ് ഞങ്ങൾക്ക് ഭയമാണ്, ജെറുസലേം ഞങ്ങൾക്ക് ഭയമാണ്, കാൽവരി ഞങ്ങൾക്ക് ഭയമാണ്. ഓടിപ്പോയ ശിഷ്യന്മാരെ പരിശുദ്ധാത്മ സ്വീകരണത്തിനായി തിരികെ കൊണ്ടുവന്ന കർത്താവേ, നീ സംസാരിച്ചപ്പോൾ, വഴിയിൽ വെച്ച് ഒരു വഴിയാത്രക്കാരനെ പോലെ നിന്നെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നീ പങ്കുവച്ചപ്പോൾ, അഗ്നിയില്ലാതെ കരിക്കട്ട പോലെ ഇരുന്ന ശിഷ്യന്മാരുടെ ഹൃദയം ജ്വലിച്ചു. അവർ പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ? ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിന്റെ നാഥനെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനരികിലേക്ക് ഞങ്ങൾ ഒളിച്ചോടിയ വഴികളിൽ നിന്ന് തിരികെ വരുന്നു. ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു. നിന്നെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ, നിന്നെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ ശരണം വയ്ക്കുന്നു. ദൈവമേ, 1 കൊരിന്തോസ് 10:3-4 വാക്യങ്ങളുടെ അഭിഷേകം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. സഹോദരരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിൽ ആയിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ആ ശില ക്രിസ്തുവാണ്. ഗോഡ് ഈസ് മൈ റോക്ക്. കർത്താവേ, നീ എൻ്റെ ശിലയാണ്. നീ എൻ്റെ അഭയശിലയും സങ്കേതവും കോട്ടയുമാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തിന് ശില എന്നൊരു വാക്ക് വെറും വാക്കല്ല. കാരണം വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയിൽ കുന്തവും അമ്പും മഴുവും കൊഴുവുമായി, കുതിരയുടെയും യുദ്ധസന്നാഹങ്ങളുമായി ഒരു ശത്രു സൈന്യം അവർക്കെതിരെ ഇരച്ചു വരുമ്പോൾ അടിമത്തത്തിൽ കിടന്ന ജനത്തിന് എന്ത് യുദ്ധപാടവമാണുള്ളത്? അവർക്ക് സൈന്യനിരയില്ല, കാലാൾപ്പടയില്ല, കുതിരപ്പടയില്ല, അമ്പില്ല, കുന്തമില്ല, കൊഴുവില്ല, മഴുവില്ല, ഒന്നുമില്ല. അപ്പോൾ ഇസ്രായേൽ ജനത്തിനാകെ ഉണ്ടായിരുന്ന വഴി അവർ മലമുകളിലേക്ക് പിന്മാറി. വലിയ പാറക്കെട്ടിന്റെ ഇടയിൽ ശത്രു സൈന്യം കാണാതെ കൊച്ചുകുട്ടികളും സ്ത്രീകളും അബലരായ സകലരും ശബ്ദമുണ്ടാക്കാതെ പതുങ്ങിയിരുന്നു. കാലം മുന്നോട്ട് പോയപ്പോൾ സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടു: കർത്താവാണ് എൻ്റെ അഭയശില. ഇസ്രായേൽ ജനം ഓർമ്മിച്ചെടുത്തു, ഞാൻ പതുങ്ങിയിരുന്നതും ഞാൻ അഭയപ്പെട്ടതും എന്നെ പൊതിഞ്ഞതും ശത്രുവിൽ നിന്ന് എന്നെ കാത്തതുമായ യഥാർത്ഥ പാറ എന്റെ കർത്താവാണ്. എന്റെ ശില ക്രിസ്തുവാണ്. എന്റെ അഭയശില അവിടുന്നാണ്. ദൈവമേ, ലോക ചരിത്രത്തിൽ നിനക്ക് ശേഷമെന്നും നിനക്ക് മുൻപ് എന്നും രണ്ടായി കീറി മുറിച്ചുകൊണ്ട് നിന്റെ കുരിശുമരണം ഏറ്റവും ശക്തമായ അടയാളമായി എൻ്റെ കൺമുമ്പിൽ നിൽക്കുമ്പോഴും നിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു സ്ഥൈര്യം, ഒരു ബോധ്യം എൻ്റെ ആത്മാവിൽ പലപ്പോഴും ഇല്ലാതെ പോകുന്നു. എൻ്റെ ബലം എൻ്റെ കഴിവിലാകുന്നു, എൻ്റെ ബലം എൻ്റെ പണത്തിലാകുന്നു, എൻ്റെ ബലം എൻ്റെ സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിലാകുന്നു പലപ്പോഴും. ദൈവമേ, ഞാൻ മാപ്പപേക്ഷിക്കുന്നു. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പരിശുദ്ധ അമ്മയെ പോലെ ദൈവമേ, നിന്റെ സാന്നിധ്യം നിസ്സാര സാന്നിധ്യമല്ല എന്ന് മനസ്സിലാക്കുവാൻ, നീ എൻ്റെ ദൈവമാണെന്ന് മനസ്സിലാക്കുവാൻ, നിനക്കൊരു പദ്ധതിയുണ്ടെന്ന് മനസ്സിലാക്കുവാൻ, നീ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണെന്ന് മനസ്സിലാക്കുവാൻ, ഇസ്രായേൽ ജനം സ്വപ്നം കണ്ടിരുന്ന രക്ഷ നീയാണെന്ന് മനസ്സിലാക്കുവാൻ, ദൈവമേ, എൻ്റെ രക്ഷ നീയാണെന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് അമ്മ മാതാവിൻ്റെ ഹൃദയത്തിനുണ്ടായിരുന്ന ജ്ഞാനം തരണമേ. ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ നാഥ, എൻ്റെ സ്നേഹനാഥ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു.
ഹെബ്രായർ 2:14 അഭിഷേകം. മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗവാക്കാകുന്നത് പോലെ അവനും അവയിൽ ഭാഗവാക്കായി. നിന്റെ ശരീരം ഭക്ഷിക്കുകയും നിന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്ന ഞങ്ങളിലേക്ക് നിത്യജീവൻ നൽകുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്ത വാഗ്ദാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ കർത്താവേ, ഞങ്ങൾ കാത്തിരുന്ന രക്ഷയെ ഞങ്ങളിലേക്ക് അങ്ങയുടെ സ്വർഗീയ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. എന്റെ രക്ഷ, എന്റെ ശക്തി, ഈശോ, എന്റെ യേശുവേ നീയല്ലോ. ഈശോ, ഉന്നതശിലയും കർത്താവേ, ശക്തി ദുർഗവും എന്റെ കോട്ടയം, അഭയ കേന്ദ്രവും നീ. എന്റെ തമ്പുരാനെ, എന്റെ രക്ഷ, എന്റെ ശക്തി, ആമേൻ, എന്റെ യേശുവേ നീയല്ലോ. ഉന്നതശിലയും ശക്തി ദുർഗവും അഭയ കേന്ദ്രവും നീ. ഗലാത്യ 4:4 അഭിഷേകം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. ദൈവമേ, വലിയ പ്രവചനത്തിന്റെ പൂർത്തീകരണമായ നിന്റെ വലിയ സാന്നിധ്യത്തെ ഞങ്ങൾ ഏറ്റെടുത്ത്, ഞങ്ങൾ സ്വീകരിച്ച്, ആരാധിച്ച്, മഹത്വപ്പെടുത്തി ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ പാദത്തിങ്കൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. എന്റെ രക്ഷ, എന്റെ ശക്തി, എന്റെ യേശുവേ നീയല്ലോ. ഉന്നതശിലയും ശക്തി ദുർഗവും അഭയ കേന്ദ്രവും നീ. എന്റെ രക്ഷ, എന്റെ ശക്തി, എന്റെ യേശുവേ നീയല്ലോ. ഉന്നതശിലയും ശക്തി ദുർഗവും അഭയ കേന്ദ്രവും നീ. ശരണപ്പെടുന്ന ദൈവമേ, എന്റെ ശക്തി, ഹൃദയത്തിൽ നിന്ന് പറഞ്ഞേ, എന്റെ യേശുവേ നീയല്ലോ. ചേർന്ന് പാടാം. ഉന്നതശിലയും ശക്തി ദുർഗവും അഭയ കേന്ദ്രവും നീ. ആവർത്തിച്ച് പാടാം. എന്റെ രക്ഷ, എന്റെ ശക്തി, എന്റെ യേശുവേ നീയല്ലോ. ഉന്നതശിലയും ശക്തി ദുർഗവും അഭയ കേന്ദ്രവും നീ. എന്റെ രക്ഷ, എന്റെ ശക്തി, എന്റെ യേശുവേ നീയല്ലോ. പ്രവചനത്തിന്റെ പൂർത്തീകരണം. ഉന്നതശിലയും ശക്തി ദുർഗവും അഭയകേന്ദ്രം. അഭയകേന്ദ്രവും നീ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിന്റെ സാന്നിധ്യത്തിൽ മുട്ടുകൾ മടക്കാം. കർത്താവ് നമ്മളെ സംരക്ഷിച്ച് പൊതിയുന്ന സമയമാണ്. അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വലിയ പൂർത്തീകരണമാണ്. നമ്മുടെ അഭയശിലയും സങ്കേതവും കോട്ടയും നമ്മുടെ ആശ്രയവും എല്ലാം തമ്പുരാനാണ്. അവിടുത്തെ സന്നിധിയിലേക്ക് നമുക്ക് ചേർന്ന് നിന്ന് അവിടുത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോ എന്ന് വിളിച്ചേ, എൻ്റെ സംരക്ഷണമേ, എൻ്റെ കോട്ടയെ, എൻ്റെ പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായ മിശിഹായേ, പ്രവചനങ്ങളുടെ പൂർത്തീകരണമേ, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചേ. മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പം പോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും. അവനെ നോക്കുന്നവൻ നിത്യജീവൻ നേടും, അവര് ജീവിക്കും. ഈശോ, ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ പ്രവചനങ്ങളും കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി ദൈവമേ. ഈശോയേ, ആരാധന, 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 ആരാധന. എന്റെ രക്ഷ, ഈശോ, എന്റെ ശക്തി, കർത്താവേ, എന്റെ യേശുവേ നീയല്ലോ. എൻ്റെ തമ്പുരാനേ, ഉന്നതശിലയും ശക്തി ദുർഗവും അഭയകേന്ദ്രവും നീ. വാഗ്ദാനം നൽകുകയും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായിരിക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഈ സമർപ്പണം കർത്താവ് സ്വീകരിക്കും. വാഗ്ദാനം പോലെ അവിടുന്ന് പ്രവർത്തിക്കും.
ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് അങ്ങ് അനാദിയിലെ പദ്ധതി ചെയ്തിരിക്കുന്ന കൃപകളെല്ലാം ഒഴുകിയിറങ്ങുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം മാറിപ്പോകട്ടെ. കൃപ ഞങ്ങളിലേക്ക് ഒഴുകട്ടെ. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.